വലതുൻ നജീബൻ, വലതുൻ നജീബ്, നജീബായ കുട്ടി, നിപുണനായ കുട്ടി. വാക്കുകൾ ഖലീഫ, ഖലീഫ രാജാവേ, അമീർ ഭരണാധികാരി. അബ്ബാസ് എന്ന് പറഞ്ഞാൽ അബ്ബാസ് പേരാണ്, മുഖം ചുരുക്കുന്നവന് അതിൻ്റെ അർത്ഥം കേട്ടോ. ഇവിടെ അബ്ബാസ് ഇയാൾക്ക് എന്നുള്ള അർത്ഥത്തിൽ കാണാം അബ്ബാസ് ഭരണകൂടത്തിൽ സംഭവം പറയുന്നത്, അന്നേരക്കാണ് അബ്ബാസ് കൊടുത്തിട്ടുണ്ടാവുക. നജീബാണ് നിപുണൻ. അജ്ലസാണ് ഇരുത്തി, ജലസാണ് അജ്ലസാക്കി. സമീൻ എന്ന് പറഞ്ഞാൽ തടിയുള്ള ആളെ. ഖൻസർ പറഞ്ഞാൽ ചെറുവിരൽ. ഖയർ, ഖയറന്നെ. ഔല ഏറ്റവും ബന്ധപ്പെട്ട ആൾ, ഏറ്റവും യോഗ്യൻ. അല്ല ഖായിനീൻ പറഞ്ഞാൽ വഞ്ചിക്കപ്പെടുന്നവർ, വഞ്ചിക്കപ്പെടുന്നവർ. സാറ ഖലീഫത്തു മിൻ ബനിൽ അബ്ബാസ്, ബനിൽ അബ്ബാസ് പെട്ട ഖലീഫ, അതാണ് അബ്ബാസ് കൊടുത്തിട്ടോ. അബ്ബാസിയ ഭരണകൂടത്തിലുള്ള ഖലീഫ, ഭരണാധികാരിയും. ഒരു ദിവസം വസീറഹു, അദ്ദേഹത്തിന് മന്ത്രിയെ സന്ദർശിച്ചു. വീരാനി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ. ബനിൽ അബ്ബാസ് പെട്ട ഒരു ഖലീഫ അദ്ദേഹത്തിൻ്റെ മന്ത്രിയുടെ വീട്ടിൽ വെച്ച് സന്ദർശിച്ചു. അക്കാലത്ത് വസീർ, വസീറിനൊക്കെ മന്ത്രിക്ക് ഉണ്ടായിരുന്നു വളരെ നജീബ്, ഒരു നജീബായ കുട്ടി ഉണ്ടായിരുന്നു. ഫലമ്മ ജലസൽ ഖലീഫത്തു, ഖലീഫ ഇരുന്നപ്പോൾ അജ്ലസ സ്വബിയ ഇലാ ജാനിബിഹി, ഖലീഫ ആ കുട്ടിയെ ഇലാ ജാനിബിനെ അടുത്തിരുത്തി. മന്ത്രിൻ്റെ കുട്ടിയല്ലേ, നജീബായ കുട്ടിയാണ്, അവനെ അടുത്തിരുത്തി. അജ്ലസ സ്വബിയ ഇലാ ജാനിബി, അവൻ്റെ അടുത്തിരുത്തി. മന്ത്രിയുടെ അല്ല, ഖലീഫയുടെ അടുത്തിരുത്തി. വസ്അലഹു, കുട്ടിയോട് ചോദിച്ചു, ആ ദാറുൽ ഖലീഫത്തി അഹ്സനു അം ദാറു അബീക, അല്ല ആ ദാറുൽ ഖലീഫത്തി, ഖലീഫയുടെ ദാറ് വീടാണോ, അം അല്ല അഹ്സനു ഏറ്റവും ഭംഗി നല്ലത്, അം ദാറു അബീക, അല്ല എൻ്റെ ഉപ്പയുടെ വീടാണോ, എൻ്റെ ഉപ്പയുടെ വീടാണോ, അല്ല ഖലീഫയുടെ വീടാണോ ഏറ്റവും നല്ല വീട്? നല്ല ചോദ്യമാണല്ലേ. നമ്മൾ ചോദിച്ചാൽ നമ്മൾ പറയാം, പെട്ടെന്ന് പറയാം ഖലീഫൻ്റെ വീടാണ് അറിയില്ലേ, ഇവൻ നജീബാണ്, അങ്ങനൊന്നും പറയില്ല. ഫാജാബ സൊബിയു അല്ല ഫൗ, കുട്ടി ഉടനെ മറുപടി പറഞ്ഞു. എന്ത്? മത്താ കാനൽ ഖലീഫത്തു ഫീ ദാരി അബി ഫദാറു അബി അഹ്സൻ. മത്താ കാനൽ ഖലീഫത്തു, ഖലീഫ ഉണ്ടാവുമ്പോൾ ഫീ ദാരി അബി, എൻ്റെ വീട്ടിൽ എപ്പോഴാണോ ഉണ്ടാകുന്നത് അപ്പോൾ, അതായത് ഉണ്ടാകുന്ന സമയം, ഫദാറു അബി, അപ്പം എൻ്റെ വാപ്പയുടെ വീട് അഹ്സനാണ്. എൻ്റെ വാപ്പയുടെ വീട്ടിൽ ഖലീഫ ഉണ്ടാകുമ്പോൾ വാപ്പൻ്റെ വീട് ഹസനാണ്. അപ്പോൾ ഖലീഫ ഉണ്ടാവുക എന്നുള്ളതാണ് കാര്യം. ഖലീഫ ഉണ്ടെങ്കിൽ വീട് ഉഷാറാണ്. ഖലീഫനെ അങ്ങോട്ട് പൊക്കിയില്ലേ. സുമ്മാറാഹു ഖാത്തമൻ സമീനൻ ഫീ ഖൻസരി, സുമ്മാറാഹു, പിന്നെ ഖലീഫ വേറെ പണിപ്പിച്ചു. അറാഹു, ആ കുട്ടിയൊക്കെ കാണിച്ചു കൊടുത്തു. ഖാത്തമനൊരു മോതിരം, സമീനാണ്. അത് പറഞ്ഞാൽ സമീന തടിയല്ല കേട്ടോ, വിലപിടിപ്പുള്ളതാണ്. സമീൻ വിലപിടിപ്പുള്ളതാണ്. സമീനൻ ഫീ ഖൻസരി, അദ്ദേഹത്തിൻ്റെ ചെറുവിരലിലുള്ള ഒരു സമീനായ വിലപിടിപ്പുള്ള ഒരു മോതിരം കാണിച്ചു കൊടുത്തു. വസ്അലഹു, ചോദിച്ചു, ഹൽ റഅയ്ത ഖൈറൻ മിൻ ഹാദിൽ ഖാത്തം, ഹൽ റഅയ്ത ഖൈറൻ, നീ കണ്ടിട്ടുള്ള ഖൈറൻ, ഖൈറായ നല്ലതിനെ, മിൻ ഹാദിൽ ഖാത്തം, ഈ ഇതിനേക്കാൾ നല്ല ഖാത്തം കണ്ടിട്ടുണ്ടോ? കാല സ്വബിയു, ഇപ്പോൾ കുട്ടി പറഞ്ഞു, നാം അതെ, ഇതിനേക്കാൾ ഖൈറൻ കണ്ടിട്ടുണ്ടല്ലോ. എന്താ ഖൈർ? അൽ യദുല്ലത്തി ഹുവ ഫിഹാ ഖൈറുൻ മിൻഹു, അൽ യദുല്ലത്തി ഹിയ ഫിഹാ ഖൈറുൻ മിൻ, അൽ യദു ഒരു കയ്യേ, അല്ലത്തി അങ്ങനത്തെ കയ്യാണ്, ഹിയായി മോതിരമാകുന്ന ഫിയാദിലാണ്, അങ്ങനത്തെ കൈ ഖൈറുൻ മിൻഹു, അതിനേക്കാൾ ഖൈറാണല്ലോ. മോതിരം നല്ലതാണ്, ഞാൻ മോതിരം ഇടുന്ന കൈ നല്ലതാവൂലേ എന്ന്. അപ്പം മോതിരം ഇട്ട കൈ അതിനേക്കാൾ നല്ലതാണ്. അപ്പോൾ ഖലീഫനെ പൊക്കി. അപ്പോൾ ദഹീഷ ഖലീഫത്ത് മിൻ ഹുസ്നി ജവാബി, അപ്പോൾ ഖലീഫ അല്ലാതെ അമ്പരന്നു. മിൻ ഹുസ്നി ജവാബിഹി, അവൻ്റെ നല്ല മറുപടി വന്നു. ഈ മറുപടിയൊക്കെ അവിടെ കേട്ടപ്പോൾ ഖലീഫക്ക് ആകെ അമ്പരപ്പ്. എന്തെല്ലാം സുന്ദരമായ ബുദ്ധിയുള്ള മറുപടിയാണല്ലേ. അത് ഖലീഫക്കല്ല, ഖലീഫനെ പൊക്കല്ലേ ഉഷാറാവും. ചെന്നാലും മാത്രമല്ല മോശമല്ലാത്ത പൊട്ടത്തരല്ലല്ലോ പറയുന്നത്. അപ്പോൾ വല്ലാതെ അത്ഭുതമായി. അപ്പോൾ കാലൂന്നൊരു കുട്ടിയോട് ചോദിച്ചു, തുഹിബ്ബൻ തക്കുന ഖലീഫത്തൻ ബാരി,
അത് തൊഹിബൂന് ഉദ്ദേശിക്കുന്നത് ഇഷ്ടപ്പെടുന്നുണ്ടോ? എന്തൊക്കെ നീ ആവാൻ ഖലീഫയാവാൻ ഭാര്യ എനിക്ക് ശേഷം ഖലീഫ ആകാൻ ഉദ്ദേശമുണ്ടോ? എനിക്ക് ശേഷം ഖലീഫ ആകാൻ ഇഷ്ടമുണ്ടോ എന്നുള്ള ചോദ്യം. അപ്പം എന്തൊക്കെ മറുപടി അറിയാം? അപ്പോഴും കുട്ടി അത്ഭുതപ്പെടുത്തി. അപ്പോൾ കാല സ്വബിയോ, അപ്പോൾ കുട്ടി പറഞ്ഞു ഇബ്നുൽ ഖലീഫത്തി ഔലാമിന്നി, ഇബ്നുൽ ഖലീഫയുടെ മോനെ ഔലാമിന്നി, എന്നേക്കാൾ ബന്ധപ്പെട്ട ആളാണ്, എന്നെ യോജിച്ച ആളാണ്, ബന്ധപ്പെട്ട ആളാണ് ഔല. ഫഹുവ സ്വാഹിബുൽ ഹഖ് ബിൽ ഖിലാഫ, അവനാണ് ഖിലാഫത്തിന് ഹക്കായ സ്വാഹിബുൽ ഹക്കായ സ്വാഹിബ് ബിൽ ഖിലാഫത്തിൽ യഥാർത്ഥമായ അവകാശം അവനക്കല്ലേ, അവകാശമുള്ള അവനക്കാണ്. അവൻ എന്നേക്കാൾ നല്ലത്. മാത്രമല്ല വാനലസ്തു മിനൽ ഖായിനീൻ, ഞാൻ അങ്ങനെ വഞ്ചിക്കപ്പെടുന്ന ആളൊന്നുമല്ല. വാനലസ്തു മിനൽ ഖായിനീൻ, ഞാൻ വഞ്ചിക്കപ്പെടുന്നത് പെട്ടല്ല. നിങ്ങൾ ഇതൊന്നും പറഞ്ഞ് വഞ്ചിക്കണ്ട, കാരണം ഞാൻ ഖലീഫാവെന്ന് എനിക്കറിയാം. കാരണം അതിനെ ഏറ്റവും ചോദിച്ച് നിങ്ങളുടെ മകൻ തന്നെയാണ്. അപ്പം ഞാൻ വഞ്ചിക്കപ്പെടുന്ന ആളൊന്നല്ല. ഫസാദ സുറൂറു ഖലീഫത്തി മിൻ ഹാദൽ ജവാബ്, അപ്പോൾ ഖലീഫൻ്റെ സുറൂർ സന്തോഷം അധികരിച്ചു ഇത് മുഴുവൻ കേട്ടപ്പോഴേ. അല്ലത് എങ്ങനത്തെ ജവാബാണ്? എതില്ലാതെ തെക്കായ ഒരു വലിയ എന്തിൻ്റെ മേലും, ബുദ്ധിയുടെ മേലും വളരെ അധികാരം കേട്ടോ, അധികാരം അതുപോലെ കൈകാര്യം എന്നൊക്കെയാണ്. അങ്ങനെ വലിയ ബുദ്ധിയും വലിയ യോഗ്യത അങ്ങനെ കാക്കാം, വലിയ യോഗ്യത മേലെ അറിയിക്കുന്ന ജവാബ്. വലിയ ബുദ്ധിയുടെയും വലിയ യോഗ്യതയുടെയും മേലെ അറിയിക്കുന്ന ജവാബാണ് ഇതൊക്കെ. വൽത്തപ്പത്തയില അബീഹി, അപ്പോൾ മുപ്പത് വാപ്പയെന്ന മന്ത്രി ഉണ്ടല്ലോ, മന്ത്രിയൊക്കെ തിരിഞ്ഞു നോക്കി. കാലലഹു, എന്നിട്ട് വാപ്പാട് പറഞ്ഞു ലാബുദ്ദാഞ്ഞൂനലിബിനൊക്കെ ആദാശ മത്താബല റുജൂല, ലാബുദ്ദാഞ്ഞൂനലിബിനൊക്കെ എൻ്റെ മകൾക്ക് കൂടാതെ കഴിയൂല, ഉണ്ടാവൽ അനിവാര്യമാണ്. ആദാശൂനൻ, നല്ലൊരു കാര്യം, നല്ലൊരു ഭാവി. മത്താബല റുജൂല, ഓന് റുജൂലത്തിൻ്റെ പ്രായമെത്തുമ്പോൾ, അതായത് പൗരുഷത്വം എന്ന് പറഞ്ഞാൽ പുരുഷന്മാരുടെ സ്വഭാവം, പുരുഷന്മാരുടെ പ്രായത്വം പറഞ്ഞാൽ നമ്മുടെ പുരുഷനാകുമ്പോൾ നമുക്ക് നല്ലൊരു ഭാവി ഉണ്ടാവും എന്ന്